ഒരു വാരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹ്യ ക്ഷേമ സ്ഥാപനം CH സെൻറ്റർ അതിൻ്റെ ഹോപ്പ് വാലി പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കണ്ണൂരിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ IAM സ്റ്റഡീസുമായി സഹകരിച്ചുകൊണ്ടുള്ള ഗസൽ വിരുന്നിൻ്റെ പ്രചരണാർത്ഥമാണ്. ഗസൽ വിരുന്ന് റാസയും ബീഗവും പങ്കെടുക്കുന്ന ഗസൽ വിരുന്ന് ജൂലൈ 12 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ കണ്ണൂർ നയനാർ അക്കാഡമി നടക്കുകയാണ്. ഞാൻ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വാരം CH സെൻറ്റർ വളരെ ലളിതമായ സംവിധാനത്തോടുകൂടി ആരംഭിച്ച് സാമൂഹ്യ ക്ഷേമരംഗത്ത് വൃദ്ധമന്ദിരം, ഫിസിയോതെറാപ്പി, അതുപോലെ മെഡിക്കൽ സെൻറ്റർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ്, ആംബുലൻസ്, മയ്യത്ത് പരിപാലനം, അങ്ങനെ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഏറ്റവും അവസാനമായി വലിയൊരു പ്രോജക്റ്റ് ഹോപ്പ് വാലി കണ്ണൂരിലെ വ്യാപാര പ്രമുഖരുടെ കണ്ണൂരിലും മദ്രാസിലുമൊക്കെ വിളിച്ചുകൂട്ടി, ഗൾഫിലുമൊക്കെ വിളിച്ചുകൂട്ടി വലിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് ആയിരക്കണക്കിന് മയ്യത്തുകളാണ് ഈ പ്രദേശങ്ങളിൽ, മലബാറിലെ തന്നെ മിക്കവാറും പ്രദേശത്തെ മയ്യത്തുകൾ ഈ പ്രദേശത്തെ ആളുകൾ കൈകാര്യം ചെയ്തത്. മരിച്ച ആളുകളുടെ മയ്യത്തുകളും അതുപോലെ പരിപാലനവും ഒക്കെ ഏറ്റെടുത്തത് കണ്ണൂർ വാരം CH സെൻ്ററാണ്. അവിടെ സാധാരണ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളിലേതുപോലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ സന്ദർശിക്കാറുണ്ട്. അത്തരമൊരു സന്ദർഭത്തിലാണ് IAM സ്റ്റഡീസിലെ കുട്ടികൾ, അവിടുത്തെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, സാലിഹ് ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിച്ചപ്പോൾ ആ കുട്ടികൾക്ക് ബോധ്യമായത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ബ്രോഷറിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ പൂർത്തീകരണത്തിന് വലിയ സാമ്പത്തിക സമാഹരണം അനിവാര്യമാണ്. IAM സ്റ്റഡീസിലെ കുട്ടികൾ കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മനുഷ്യൻ്റെ വളർച്ച പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം രംഗങ്ങളിൽ കുട്ടികൾ ഒന്നിച്ചു നിൽക്കണം. അന്തേവാസികളുടെ കൂടെ, സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളെ ഇൻമേറ്റ്സിൻ്റെ കൂടെ കുട്ടികളും ഒന്നിച്ചു നിൽക്കുക എന്നൊരു വലിയ ആശയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നയനാർ അക്കാഡമിയിൽ ഗസൽ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ബേസിക്കായ പ്രവർത്തനങ്ങൾ ഈ IAM അക്കാഡമിയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇവർ ഒരുപാട് സേവനം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ കണ്ടു. ഇവർ വിദ്യാർത്ഥികൾക്ക് വിദേശങ്ങളിൽ പഠന സൗകര്യം ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങളിൽ വരെ അത്തരം സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമായൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. IAM സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾ സഹകരിച്ചുകൊണ്ട് അന്തേവാസികളുടെ കൂടെ പുതിയ തലമുറയിലെ മക്കൾ അറിയേണ്ടുന്നൊരു യാഥാർത്ഥ്യമാണ് ജീവിതം എന്ത് എന്ന്. ആ ജീവിതത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സാധാരണ പറയാണ്ട് മനുഷ്യൻ്റെ ഫയലാണ് സത്യത്തിൽ ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ അപ്പോൾ വളരെ കറക്റ്റായി മനുഷ്യൻ്റെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന വിധത്തിൽ ശരിക്ക് ഞാൻ പറയാൽ എഡ്യൂക്കേഷൻ ഈസ് എ സെക്കൻഡ് ബർത്ത് ഓഫ് എ ചൈൽഡ് എന്നാണ്, കുട്ടീൻ്റെ 2ാം ജന്മം. അപ്പോൾ ഇവർ നല്ല കുട്ടികൾ, ഇവിടെ അക്കാഡമിക് ഫാക്കൽറ്റിയുമായി സഹകരിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് ഇവരിതിൻ്റെ സാമ്പത്തിക സമാഹരണത്തിന് ഏർപ്പാട് ചെയ്ത ഒരു സംഭവമാണ്. ഇവിടെ സാലിയ മാനേജിംഗ് ഡയറക്ടറുണ്ട്, അതുപോലെ തന്നെ IAMലെ സ്റ്റുഡൻറ്റ് അർഷിതയുണ്ട്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ CH മുഹമ്മദ് അഷ്റഫ് ചെയർമാനും കൺവീനർ KM ഷംസുദ്ദീനുണ്ട്. ഞാനിതിൻ്റെ ഉപദേശക സമിതി ചെയർമാനാണ്. അതുകൊണ്ട് തന്നെ ഞാനതിനേക്കാളേറെ സന്തോഷിക്കുകയാണ്. കാരണം ഇത്തരം ഒരു സാമൂഹിക സേവന പ്രസ്ഥാനത്തിൻ്റെ സാമൂഹികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുമായി സഹകരിച്ചുകൊണ്ടുള്ള ഹോപ്പ് വാലി പ്രോജക്റ്റിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗസൽ വിരുന്ന് അതുമായി അതിൻ്റെ പ്രചാരണ പരിപാടികളിൽ കണ്ണൂരിലെ വാർത്താ ദൃശ്യ മാധ്യമങ്ങളുടെ സമ്പൂർണ്ണമായ സഹകരണവും സഹായവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുക. ഈ കണ്ണൂർ ടൗണിലെ പല മേഖലകളിൽ പല ആൾക്കാരെയും കണ്ടു, ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ഒരു ഫണ്ട് റേസിങ്ങിന് വേണ്ടി അവരെ സമീപിച്ചു. അവർക്ക് വളരെ രസകരമായിട്ടുള്ളതും അതേപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ തന്നെ സമൂഹത്തിനോടുള്ളൊരു കാഴ്ചപ്പാട് മാറിക്കിട്ടി. കാരണം കുട്ടികൾ ക്ലാസ് റൂമിലായിരുന്നു ഇത്ര നാൾ വളർന്നത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ അവരെന്ത് ചെയ്തു, സമൂഹത്തിലെ പല ആൾക്കാരോട് സംവദിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ, ഞാനിപ്പം രാവിലെ കൂടി അവരോട് സംസാരിച്ചു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാം നമ്മളെ IAMനെ സംബന്ധിച്ചോളം 2-fold കാര്യമാണ്. ഒന്ന്, CH സെൻറ്ററിനെ സഹായിക്കുക, സമൂഹത്തിലൊരു ചാരിറ്റി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻട്രാക്ഷൻ കപ്പാസിറ്റി കൂട്ടുക, അവരുടെ അക്കാഡമിക് എക്സലൻസിനോടൊപ്പം തന്നെ ഈ ഒരു കഴിവും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ചെയ്യുന്നത്. ഇതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായത്. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറേ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ thousands ഓഫ് സ്റ്റുഡൻസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ നല്ല അനുഭവം ഉണ്ടായത്. നമ്മുടെ ഇടയിൽ
ഉറ്റവരായാലും ഉടയവരായാലും ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കളെ ഏറ്റെടുത്ത് പരിപാലിക്കുന്ന ഒരു കേന്ദ്രം അവിടെയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പല സാന്ത്വന പരിചരണ കേന്ദ്രങ്ങളിൽ അഭയ കേന്ദ്രങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും മാധ്യമപ്രവർത്തകർ CH അകത്തടങ്ങളിലേക്കൊന്ന് കടന്നു വരണം. ഞങ്ങളവരെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളായിട്ടാണ്. അവിടേക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ ഞങ്ങൾ തിരിച്ച് നൽകുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, 24 മണിക്കൂറും ഡോക്ടർ കെയറിങ്, മറ്റു സേവന സഹായങ്ങൾ, ഇതൊക്കെ ചെയ്ത് വളരെ മാതൃക രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായതുകൊണ്ട് തന്നെ ജില്ലയുടെ പുറത്തു നിന്നും ഇത് അറിഞ്ഞുകൊണ്ട് കുറേ വിദ്യാർത്ഥികളും കുടുംബങ്ങളും മറ്റു ആൾക്കാരൊക്കെ ഈ സെൻറ്ററിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ക്രിസ്മസ് ദിനം IIMലെ കോളേജിലെ കുട്ടികൾ ആദ്യമായി അവിടെ കടന്നു വരുന്നത്. അവർക്കുണ്ടായ അനുഭവം അവരുടെ സഹപാഠികൾ, അവരുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഏകദേശം 5-6 മാസമായി ബാച്ചുകളായി തിരിഞ്ഞുകൊണ്ട് അവരുടെ ഭക്ഷണമടക്കം, അവിടെ തന്തേവാസികൾ ഭക്ഷണമടക്കം IIMലെ കുട്ടികൾ എത്തിക്കുകയും അവരുടെ കഷ്ടതകൾ, അവർ ഇപ്പോൾ താമസിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. 2 ആൾ കിടക്കേണ്ടടുത്ത് 4 ആളും 4 ആൾ കിടക്കുന്ന 8 ആളൊക്കെ കിടക്കുന്ന ആ വാടക കെട്ടിടത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയാണ് ഹോപ്പ് വാലി എന്ന പദ്ധതി ഏകദേശം 3-4 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 100-ലേറെ പേർക്ക് താമസിക്കാൻ പറ്റുന്ന ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി ഏകദേശം ഒരു 80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗവാക്കാകാൻ വേണ്ടിയിട്ടാണ് IIMലെ 1000-ഓളം വിദ്യാർത്ഥികൾ ഞങ്ങളുമായി ഈ കൈകോർക്കുന്നത്. സൈൻജിൻ സാർ പറഞ്ഞതുപോലെ അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ഉരുത്തിരിഞ്ഞൊരു ആശയമാണ്. ഒന്ന്, നമ്മളുടെ സ്റ്റുഡൻറ്റ് അവർ സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതിലാണ് അവർ വരുന്നത്. അതിൽ നമ്മളെപ്പോഴും ഒരു കാണാവുന്ന പോരായ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക